നമസ്കാരം. ഏവർക്കും വിഷ്ണുമായ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് പറയുന്നത് വിഷ്ണുമായ ഉപാസന നമ്മൾ കൊണ്ടു നടക്കുമ്പോഴും നമ്മൾ ജപിക്കുമ്പോഴും അമാവാസി ദിവസങ്ങളിൽ പൂജ നടത്തുന്നത് എങ്ങനെയാണ്, ഒരു ഗുരുപദേശത്തോടുകൂടി ചെയ്യുന്ന രീതികളെ കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നമുക്ക് ഒരു ഗുരുപദേശമുണ്ട്, നമുക്ക് ആ മന്ത്രം ഉണ്ടെങ്കിൽ അഷ്ടദിക്ക് ബന്ധനവും പഞ്ചോപഹാരവും ചെയ്തിട്ട് നമുക്ക് നേദ്യാദി കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ നമ്മുടെ നേദ്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ അളവും കാര്യങ്ങളും ഉണ്ട്. പുട്ട് എത്ര കൊടുക്കണം, കോഴി എത്ര കിലോ, അതേമാതിരി തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പപ്പടം എത്ര എണ്ണം. പലരും പലതും പറയുന്നുണ്ടാവും, അതെനിക്കറിയില്ല. ഒരു കോഴിയുടെ അളവും കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറയണ്ടേ, ഞാനൊക്കെ പൂജ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് പണ്ട് കാലത്ത് ചെല്ലുമ്പോൾ പറയും കോഴി നാടൻ കോഴി വേണം. ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ബ്രോയിലർ കോഴിനെ മേടിച്ചുകൊണ്ട് കർമ്മം ചെയ്യണത്. അതൊന്നും ചെയ്യാൻ പാടാത്ത കേസാണ്. എന്ത് ചെയ്താലും ആ മന്ത്രത്തിനൊരു ബലമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗുരുപദേശം എന്തായാലും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഗുരു എന്ത് പറയുന്നു അതേ രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുക. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, 10-21 ഐറ്റംസ് വെച്ചാണ് നമ്മൾ കലശപൂജയും കാര്യങ്ങളും ചെയ്യുന്നത്. ആ കലശപൂജ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാവും. നമ്മൾ 1-2 വെച്ച് ചെയ്യുന്നതും പിന്നെ ആ ഗുരുപദേശവും ഗുരുവിൻ്റെ അനുവാദത്തോട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഗുരുസ്ഥാനത്ത് ചെയ്യുമ്പോഴും അതിൻ്റേതായ മാറ്റങ്ങൾ വരാറുണ്ട്. പലർക്കും എന്താ പറയുക, പൂർണ്ണമായിട്ടും നമ്മൾ പറഞ്ഞ് ചിലവർക്ക് അത് ചെയ്ത് ശരിയാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമ്മൾ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മൂലസ്ഥാനത്ത് ഒരെണ്ണം കൊടുക്കുക. അത് കൂടാതെ ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയും നിങ്ങളിവിടെ ചെയ്യുക. അപ്പോഴും തെറ്റുണ്ടെങ്കിലും ആ മൂലസ്ഥാനത്തേക്ക് വരുള്ളൂ. അതൊരു പൂർണ്ണകലശം കൊണ്ട് അതാട് മാറിപ്പോവുകയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപദേശവും ഇല്ലാതെ വെറുതെ കണ്ട് ചെയ്യുമ്പോൾ അതിനൊരു ബലവുമില്ല. നിങ്ങൾ എവിടെ ചെയ്യുന്നു, നിങ്ങൾക്ക് എന്തുണ്ട് അതിൻ്റെ ഒരു ബലവും കാര്യങ്ങളൊക്കെ. സ്വാമി എന്ന് പറയണ്ടേ, വിഷ്ണുമായ എന്ന് പറയാം, മഹാശക്തിയെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ വിഷ്ണുമായ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ദേവതകളെ പൂജിക്കുന്നു എന്നുള്ളതല്ല കാര്യം. നമ്മൾ അവിടെ പോയി ചെയ്യുന്നു, ഇവിടെ പോയി ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നും നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ വിഷ്ണുമാനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണ്ട, ആ വിഷ്ണുമായ നോക്കും. പിന്നെ വിഷ്ണുമായുടെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയി ചെയ്ത് വഴിപാട് ചെയ്തിട്ട് എനിക്ക് എന്താണ് മാറ്റമില്ലാത്തതെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അപ്പുറത്തേക്ക് ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ വിഷ്ണുമായ ഉപാസകരെ ഞാനീ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് പോയാലും സ്വാമിനെ ഇട്ട് പരീക്ഷിക്കണമെന്ന് തുല്യമല്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യത്തിനാണ്? ഏറ്റവും വലിയ ശക്തിയായ വിഷ്ണുമാനെ വിശ്വസിക്കുക. നമ്മൾ മുൻ ജന്മങ്ങളിൽ നമ്മൾ സ്വാമിനെ കൊണ്ടുനടന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വാമിയുടെ അടുത്തേക്ക് തന്നെ വരും. അത് നമുക്കൊരു ബന്ധവും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് ഈ ജന്മങ്ങളിൽ നമ്മൾ സ്വാമിയുടെ അടുത്ത് വന്നത്. അതുകൊണ്ട് വന്നിട്ട് നമുക്ക് മാറ്റമില്ലെങ്കിൽ നമ്മളുടെ ചെയ്യുന്ന കർമ്മങ്ങളും നമുക്ക് തന്ന ഗുരുക്കന്മാരും അവർ തന്ന മന്ത്രങ്ങളിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവണം. അതെന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഇപ്പം 10 അമ്പലങ്ങളിൽ പോയി നമ്മൾ കർമ്മം ചെയ്തു, മാറ്റമില്ലെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ അവിടെ പോയി ചെയ്തു, ഇത്രയും വർഷം നമ്മൾ കൊണ്ടു നടന്നിട്ട് നമുക്ക് മാറ്റമില്ല പിന്നെ അങ്ങനെ കൊണ്ടു നടന്നിട്ട് വലിയ കാര്യമുണ്ടാ? നമുക്ക് പറ്റാവുന്ന, നമുക്ക് വിശ്വാസമുള്ള ആളുടെ അടുത്തേക്ക് ചെല്ലുക. അതൊരു ഗുരുവായിട്ട് നമ്മൾ കണ്ടിട്ട് ആ ഗുരുനാഥൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. സ്വാമി കൂടെ ഉണ്ടാവും. അതിലെന്തോ നിങ്ങളാ ചെയ്യുന്ന കർമ്മങ്ങളിലോ അവർ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളും കാര്യങ്ങളും തെറ്റായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ടാണ് സ്വാമി വരാത്തത്. സ്വാമി വരുന്നില്ല എന്നുള്ളത് സ്വാമിയുടെ കുറ്റമല്ല കേട്ടോ, അത് നിങ്ങളുടേതായ മാത്രം കുറ്റമാണ്. നിങ്ങൾക്ക് അതിൻ്റെ സമയമായിട്ടില്ല. ആ സമയമായി കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമെന്ന് പറയുന്ന സത്യമാണത്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടുത്ത് വരും. അത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ, ആ വിഷ്ണുമായ എന്ന് പറയുന്ന മഹാശക്തി നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിൻ്റെ അനുവാദവും അനുഗ്രഹവും കൂടെ ചേർന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെത്. അപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ശരിയല്ല, നിങ്ങളാ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ഗുരുക്കന്മാർ പറഞ്ഞാൽ ശരിയല്ല. അത് തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സമയമായി കഴിയുമ്പോൾ നിങ്ങൾ പുതിയൊരു ഗുരുവിനെ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക. ഓം ശ്രീ വിഷ്ണുവായി എന്നാണ്.